ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ, രാഹുൽ ഗാന്ധി നാളെ കർണാടകത്തിൽ. അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള അവസാന ദിനം മറ്റന്നാൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്ത് ഉഷ്ണതരംഗം തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ജാഗ്രതാ മുന്നറിയിപ്പ്. ഇക്കൊല്ലം ഏപ്രിലിലെ മൊത്തം GST വരുമാനം എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു. ഉത്തർപ്രദേശിലെ മഹാഋഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ സ്വീകരിച്ചു. അയോധ്യയിലെ ശ്രീ ഹനുമാൻ ഗഡി ക്ഷേത്രത്തിലും ശ്രീമതി മുർമു ദർശനം നടത്തി. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം രാഷ്ട്രപതി നടത്തുന്ന ആദ്യ രാമജന്മഭൂമി സന്ദർശനമാണ് ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 7-നാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. ആദ്യ 2 ഘട്ടത്തിലെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട അന്തിമ കണക്കുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. ഒന്നാം ഘട്ടത്തിൽ 66.14%, രണ്ടാം ഘട്ടത്തിൽ 66.71% പോളിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മറ്റന്നാൾ മെയ് 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ്. വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിയുന്നതോടെ ശനിയാഴ്ച സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. മെയ് 6-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. 5ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 20-നാണ്. അതേസമയം ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയുവിലെയും 10 സംസ്ഥാനങ്ങളിലെയും ആകെ 93 സീറ്റുകളിലാണ് മെയ് 7-ന് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഒറ്റഘട്ടമായാണ് ഗുജറാത്തിലും ഗോവയിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മധ്യപ്രദേശിലെ ബതുൽ സീറ്റിലെ വോട്ടെടുപ്പ് 2ാം ഘട്ടത്തിൽ നിന്ന് 3ാം ഘട്ടത്തിലേക്ക് മാറ്റിയിരുന്നു. ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നേരത്തെ 3ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ജമ്മുകശ്മീരിലെ അനന്ത്നാഗ്, രജൌരി മണ്ഡലത്തിലെ വോട്ടെടുപ്പ് 6ാം ഘട്ടത്തിലേക്ക് പുനഃക്രമീകരിച്ചു. ഇതോടെ മെയ് 7-ന് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 93ആയി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പൊതുതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. EVM-ലെ വോട്ടും VVPAT സ്ലിപ്പുകളും 100% ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ കഴിഞ്ഞ മാസം 26-ന് പരിഗണിക്കവെയാണ് സുപ്രീംകോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ പ്രചാരണത്തിനായി വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ മുതിർന്ന നേതാക്കൾ സജീവമായി രംഗത്ത്. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി പ്രചാരണ പരിപാടികളുമായി ഇന്ന് ഗുജറാത്തിലാണുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡിലെ കോർബയിലും, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകത്തിൽ വിവിധ മണ്ഡലങ്ങളിലും, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അസമിലെ ധുബ്രിയിലും, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ മെയിൻപുരിയിലും പ്രചാരണത്തിൽ ഭാഗമായി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ കർണാടകത്തിലെ ശിവമോഗ, റായ്ചൂർ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. രാജസ്ഥാനിൽ അജ്മീർ ലോക്സഭാ മണ്ഡലത്തിലെ നൻസി ഗ്രാമത്തിൽ ഒരു പോളിംഗ് ബൂത്തിൽ റീപോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ റീപോളിംഗ് നടത്തുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ പ്രവീൺ ഗുപ്ത അറിയിച്ചു. ഈ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ മാസം 26-ന് 2ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. നടി രൂപാലി ഗാംഗുലി BJP-യിൽ ചേർന്നു. ന്യൂഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയുടെ സാന്നിധ്യത്തിലാണ് രൂപാലി BJP അംഗത്വം സ്വീകരിച്ചത്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിന്റെ പേരിൽ ഡൽഹിയിലെ കോൺഗ്രസ് മുൻ MLA-മാരായ നീരജ് ബസോയെയും നസീബ് സിംഗും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് വേതന നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെന്നാരോപിച്ച് കോൺഗ്രസ്. തൊഴിൽ ബ്യൂറോയുടെ കണക്കുകൾ ഉദ്ധരിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശാണ് ആരോപണമുന്നയിച്ചത്. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ആകാശവാണി ന്യൂസ് ഡയറക്ടർ ജനറലായി മുതിർന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥ മൌഷ്മി ചക്രവർത്തി ചുമതലയേറ്റു. 1991 ബാച്ച് IAS ഓഫീസറാണ് ശ്രീമതി മൌഷ്മി. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഔദ്യോഗിക കാലയളവിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീമതി വസുധ ഗുപ്ത പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ പദവിയിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെയാണ് ശ്രീമതി മൌഷ്മി ചക്രവർത്തി ചുമതലയേറ്റത്. രാജ്യത്ത് പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ നാളെ വരെ ഉഷ്ണതരംഗം തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, റായലസീമ, ഗുജറാത്ത്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 5 ദിവസങ്ങളിലും മധ്യേന്ത്യയിൽ ഞായറാഴ്ച വരെയും ഉഷ്ണതരംഗമുണ്ടാകും. കർണാടകം, കേരളം, മാഹി എന്നിവിടങ്ങളിലെ തീരദേശ മേഖലകളിൽ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ അനുഭവപ്പെടും. പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വർധന. 12.4% വളർച്ചയാണ് ഇത്തവണ GST വരുമാനത്തിലുണ്ടായത്. ധനമന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2024 ഏപ്രിലിലെ മൊത്തം GST വരുമാനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2,10,000 കോടി രൂപയായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിംഗിനയച്ചു. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ചെന്നൈ 4ാം സ്ഥാനത്തും പഞ്ചാബ് 8ാം സ്ഥാനത്തുമാണ്. നാളെ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സ്കൂളുകളിൽ ഇമെയിൽ വഴിയുണ്ടായ ബോംബ് ഭീഷണി വ്യാജമെന്ന് കണ്ടെത്തി. കുട്ടികളും മാതാപിതാക്കളും പരിഭ്രാന്തരാകരുതെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. തിരച്ചിലിൽ സംശയിക്കാവുന്ന ഒന്നും കണ്ടെത്തിയിട്ടില്ല. ബോംബ് ഭീഷണി സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന ഡൽഹി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണം നാളെ മുതൽ. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തിനിടെയാണ് പരിഷ്കരണം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അലവൻസും ഹോസ്റ്റൽ സബ്സിഡിയും 25% വർദ്ധിപ്പിച്ചു. ക്ഷാമബത്ത 50%-ലെത്തിയതിന് അനുപാതമായാണ് വർധന. ഈ വർഷം ജനുവരി മുതലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA 50%-ൽ എത്തിയത്. ഇന്ത്യൻ നാവികസേനയുടെ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് ടോർപിഡോ സംവിധാനം സ്മാർട്ട് വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ ഇന്ന് രാവിലെയായിരുന്നു പരീക്ഷണം. ജമ്മുകശ്മീരിൽ ഉധംപൂർ ജില്ലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഉൾപ്പെട്ട ഭീകര സംഘങ്ങളെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കി. ഉധംപൂർ, കത്വ ജില്ലകളിലെ ബസന്ത്ഗഡ്, ബാനി, സിയോജ് മേഖലകളിലാണ് സുരക്ഷാ ഏജൻസികളുടെ തെരച്ചിൽ. ഞായറാഴ്ചയാണ് ഏറ്റുമുട്ടലിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചത്. HPZ ടോക്കൺ ആപ്പുമായി ബന്ധപ്പെട്ട നിക്ഷേപ പദ്ധതി തട്ടിപ്പ് കേസിൽ 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 30 ഇടങ്ങളിൽ CBI റെയ്ഡ്. ഡൽഹി, രാജസ്ഥാൻ, UP, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത്. നിരവധി ഡിജിറ്റൽ തെളിവുകൾ CBI പിടിച്ചെടുത്തു. നിലവിലില്ലാത്ത ക്രിപ്റ്റോ കറൻസി മൈനിംഗ് സ്കീമിൽ നിക്ഷേപിക്കുന്നതിന് പൊതുജനങ്ങളെ കബളിപ്പിച്ചെന്ന പരാതിയിലാണ് CBIയുടെ അന്വേഷണം. ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ വെടിയുതിർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളിലൊരാൾ പോലീസ് കസ്റ്റഡിയിൽ ആത്മഹത്യ ചെയ്തു. ഏപ്രിൽ 26-ന് പഞ്ചാബിൽ നിന്നും അറസ്റ്റ് ചെയ്ത അനൂജ് തപൻ ആണ് മരിച്ചത്. ഏപ്രിൽ 14-നാണ് നടന്റെ വീടിന് നേരെ വെടിവയ്പുണ്ടായത്. ഗസയിലെ ഇസ്രയേൽ നടപടികൾക്കെതിരെ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രതിഷേധം. വിഷയത്തിൽ അമേരിക്കയിലുടനീളം നടക്കുന്ന ക്യാമ്പസ് പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും പ്രതിഷേധം നടക്കുന്നത്. അതിനിടെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലുടനീളം നടക്കുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കാൻ സ്വീകരിച്ച കനത്ത നടപടികളിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും സംഭാവനകളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നതിനാണ് ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിൽ പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ, രാഹുൽ ഗാന്ധി നാളെ കർണാടകത്തിൽ. 5ാം ഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള അവസാന ദിനം മറ്റന്നാൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്ത് ഉഷ്ണതരംഗം തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ജാഗ്രതാ മുന്നറിയിപ്പ്. ഇക്കൊല്ലം ഏപ്രിലിലെ മൊത്തം GST വരുമാനം എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.